There is a good news and a bad news. എന്താ ബാഡ് ന്യൂസ്? അറസ്റ്റ് ഉണ്ടാവില്ല. മിനിസ്റ്റർ രാജൻകുറുപ്പ് ഇത്തവണ മല പൊട്ടിക്കും. Damn it. അല്ല, ഗുഡ് ന്യൂസും ഉണ്ട്. TRP റേറ്റിംഗിൽ വീണ്ടും നമ്മൾ നമ്പർ 1 ആണ്. എന്നെ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് TRP റേറ്റിംഗ് കൂടുന്നത്. സോ ബി ഹാപ്പി. ഹലോ, യെസ് മാം. അതൊന്നും വേണ്ട. അറിയാ, ഗെറ്റ് റെഡി. NIA ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മിനിസ്റ്റർ ഇപ്പം ഇറങ്ങും. ഫാസ്റ്റ്. ഹലോ, ഇത്തിയോടെ പെട്ടെന്ന് വിളിക്കാൻ പറ. PDF മന്ത്രിസഭയെ മാസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ടൂറിസം മന്ത്രി രാജൻ കുറുപ്പിനെ ചോദ്യം ചെയ്യാനാണ് NIA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും അറിയിക്കാതെ മന്ത്രി രാജൻ കുറുപ്പ് തന്റെ സ്വകാര്യ വാഹനത്തിലാണ് അതിരാവിലെ തന്നെ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സാർ? മാധ്യമങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ട താങ്കളുടെ കുറ്റസമ്മതമായി കരുതാമോ? ഞാൻ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത്? കഴിഞ്ഞ 10-36 വർഷമായിട്ട് ഞാനിവിടെ പൊതുപ്രവർത്തകനായിട്ടും MLA ആയിട്ടും മന്ത്രിയായിട്ടും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണ്ട് തന്നെ. ഇതിപ്പോ എന്റെ തീരുമാനമല്ല, എന്റെ കർശനമായ നിർദ്ദേശമാണ്. അകത്ത് നടന്നൊന്നും പുറത്താരോടും ഷെയർ ചെയ്യരുത്. അതല്ലല്ലോ സാർ, ഇത്രയും വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി ഈ പൊതുസമൂഹം അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ മറച്ചു വെക്കുന്നല്ല. ഒന്നാമത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഇന്നെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല, ഈ സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റെ മൊയ്യെടുക്കാനാണ്. അല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നെ ഇതിൽ പ്രതി ചേർക്കുകയോ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. സാർ, ഒരു ചോദ്യം കൂടി. എനിക്ക് നല്ല ക്ഷീണം. നമുക്ക് പിന്നെ കാണാന്ന്. ഞാൻ ഇടണ്ടല്ലോ. ബാക്കിയുള്ള വിവരങ്ങൾ കൂടി അറിയണ്ടേ സാർ? വേഗം കേറി ചെല്ലില്ലേ. സർ, CM രാജനാന്ന്. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തോന്നിയാസങ്ങൾക്ക് മറുപടി പറയലല്ല എനിക്കിവിടെ ജോലി. വഴിവിട്ടൊരു സഹായം എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വല്ല വിചാരവും മനസ്സിലുണ്ടെങ്കിൽ രാജാ അത് മറന്നേക്ക്. ഞാനൊന്നും അറിഞ്ഞു. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ വരുന്നെങ്കിൽ രാജാ, ഞാൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂർ സമയം ഞാൻ തരും. ഒന്നുകിൽ താനായിട്ടുണ്ടാക്കിയ പ്രശ്നം താൻ തന്നെ തീർക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക. എനിക്ക് വേറെ ഒന്നും പറയാൻ. ഞാനൊന്ന് പറഞ്ഞു. ഹലോ, നമസ്കാരം. NIA ലോക്കൽ സപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് അന്നെ നിയമിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ ചോർത്തി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോയില്ലടോ. അത് പറയാനാണ് സാർ ഞാനിപ്പോൾ വന്നത്. നാളെ രാവിലെ 11 മണിക്ക് സാറിൻ്റെ അറസ്റ്റ് ഉണ്ടാവും. രണ്ടു ദിവസം കൊച്ചു വിട്ട് പോകരുതെന്ന് സാറിനോട് പറഞ്ഞത് അതിനുവേണ്ടിയാ. CM-നെ ഒന്ന് വിളിച്ചാലോ? താൻ കേട്ടല്ലേ, ആടെ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അതൊരു അടഞ്ഞ വാതല. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മളേൽ ഇനി അധികം സമയം ഇല്ല അല്ലേടോ? സർ, ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നാളെ NIA വരുന്നതിന് മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണ്ടേ? അത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? സാറ് വിഷമിക്കണ്ട, അതിന് പറ്റിയ ഒരാൾ നമ്മളിലുണ്ട്. മോനെ, ദോശ വേണം? വേണ്ട ചേച്ചി. ഹലോ ഹലോ മിസ്റ്റർ ജോർജി, എവിടെയാണ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേണങ്ങല്ലടാ മുത്തേ. എടാ, ഇതിപ്പോ ഒരു ഒഫീഷ്യൽ ട്രിപ്പായി പോയില്ലേ? അല്ലെങ്കിൽ നീ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോകും. ഓ പിന്നെ 10-3 തൊട്ടി നിനക്കല്ലേ ഒഫീഷ്യൽ ട്രിപ്പ്. നീ ഇതൊക്കെ അയ്യപ്പനോട് പോയി പറ, അവള് വിശ്വസിക്കും. നിന്റെ അടുത്ത് ആരും ഇല്ലല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. തട്ടാണോ കുട്ടാ? നീ 9 മണിക്കല്ലേ ഇറങ്ങുന്നത്? അതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. ബ്രോ, മെരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
ഹലോ ഊബറിൽ നിന്നായിരുന്നേ. എവിടെയാ ഉള്ളേ? ന്യൂക്ലിയസ് മോൾ. ആ ഡ്രോപ്പ് എവിടെയാ? വാഴക്കാല. ശരി, ഇതാ വരുന്നേ, 5 മിനിറ്റ്. Merry Christmas. Thank you. ഗുഡ് ഈവനിങ് മാഡം. ആമിനയല്ലേ? അതെ. വാഴക്കാലം അല്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്യലിനു ശേഷം മന്ത്രി രാജൻ കുറുപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 43 ദിവസമായി തുടരുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ കുറ്റപത്രം ഉടൻ തന്നെ ഞങ്ങളെ വിട്ടിട്ട് പോരെ. ഈ ന്യൂസ് ഒക്കെ കാണുന്നത്. മാഡം, ഞാൻ ന്യൂസ് കണ്ടോന്നല്ല, ന്യൂസ് വായിക്കുന്ന ആളെ കാണാനായിട്ട്. എങ്ങനെയുണ്ട്? സ്മാർട്ട് അല്ലേ? ഭരണപക്ഷം മാത്രമല്ല ആഹാ, കൊള്ളാലോ. ന്യൂസ് റീഡറെ വായി നോക്കുന്ന ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഉമ്മച്ചി, ഈ വായ നോക്കാന്ന് പറഞ്ഞെന്താ? മോളുടെ പേരെന്താ? എന്റെ പേര് പ്രിയ, ഉമ്മച്ചിയുടെ പേര് ആമി. ഓക്കെ. ആ മാഷെ, പോകുന്ന വഴി ഏതെങ്കിലും നല്ല ബേക്കറിയിൽ ഒന്ന് നിർത്തണേ. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്കിളെ. ആണോ? അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ മാഷെ? ഓ, എനിക്കൊരു കേക്ക് വാങ്ങി തരുമോ? പിന്നെന്താ? ഇവളെയും കൊണ്ട് കടയിൽ ഇറങ്ങിയ കട മൊത്തം വാങ്ങേണ്ടി വരും. ഒരു കിലോ പോരെ? ആ മതി. 4235. മാഡം, പിൻ നമ്പർ ഒന്നും ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. തന്നെ കാണാൻ ഒരു കൊള്ളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് കൊള്ളടിക്കാനുള്ള മുതലൊന്നും ആ കാർഡിലില്ലടോ. ശരി ശരി. ബ്രോ, എന്താണ് എടുത്തു പറയാ പറഞ്ഞു. ഈ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പറ്റിയ ഒരു കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്ക് കൊടുക്കാൻ ഒരു കേക്കുകളാണ് ഇരിക്കണെല്ലാം തന്നെ. ഏതൊക്കെയുള്ളത്? ഇപ്പൊ ബ്ലാക്ക് ഫോറസ്റ്റ്, ഗാട്രസ്, മോക്ക ഫ്രോസ്റ്റിംഗ്, മാംഗോ മാരിംഗേസ്, ചെറി ചീസ് സാറ്റോ, വാൻചോ ക്രീമി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. സാധാരണക്കാർക്ക് പറ്റിയ കേക്ക് ഒന്നുമില്ലേ? സാധാരണക്കാരനല്ലേ? അതെ, സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലുള്ള സാധനമുണ്ട്. ഈ വാനിലയും ചോക്ലേറ്റും കൂടി ഒരു മിക്സിംഗ് കോമ്പോ നമ്മുടെ ഹൈലൈറ്റ് സാധനം. പടച്ചാലാ കിഡിലോസ്കി ഐറ്റം. പേര് വാൻചോ ക്രീമിയാ. വില എഴുതാൻ കുറിക്കാമല്ലോ ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. പ്രിയ പ്രിയ. ഇതിപ്പോ ഒരു മിനിറ്റ്. ഓ, അയ്യപ്പാ എവിടെയാണ്? ഞാൻ ഒതുക്കിയടാ. ഓട്ടോൺ ഷോക്കായിരുന്നു. പിന്നെ മുതലാളി പോണേന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. അവൻ പോകുന്നതിന് നിനക്ക് എന്തൊരു സങ്കടം? പിന്നെ മുതലാളി ഒറ്റയ്ക്ക് ഗോവയ്ക്ക് പോയി സൂയിക്കാൻ പോവല്ലേ, അതിന്റെ വിഷമതി ഞാനപ്പ തന്നെ സൈഡാക്കി. ഏത് വിവരത്തിന് മുമ്പിലാ? കടവന്ത്ര, നിനക്കെങ്ങനെ മനസ്സിലായി? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉടായ്പാണ് നിന്റെ മുതലാളി. ആ മുതലാളിയുടെ അടിമയായ നീ എന്ത് തരം ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ അത്ര അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എടാ, നാളെ ക്രിസ്മസ് അല്ലേ, ബീവറേജ് അവധി അറിയാലോ. ഇന്ന് സാധനം മേടിച്ചു വെച്ചില്ലെങ്കിലേ നാളെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കൊണ്ട് എടുത്തോ. എന്തായാലും ട്രിപ്പ് നടിക്കുന്ന കാശല്ലേ? ആ ശരി. ഓ, പുല്ല് വിളിക്കണ്ടായിരുന്നു. ഒന്ന് വേഗം നടക്കണ്ട മുനികുമാര. മെരി ക്രിസ്മസ് ബ്രോ. ഓക്കെ ബ്രോ. സർ 900. ആ സോറി സർ, സ്വൈപ്പിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണല്ലോ. അയ്യോ, ആ ഇതിനെത്രേ? അത് 120. ആ, അപ്പോൾ ബാക്കി ഒരു ടിപ്പായിട്ട് വെച്ചോട്ടോ. മെരി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സർ. അധികം ലേറ്റ് ആവല്ലേ, എത്തിയിട്ട് വിളിക്കാം. മൊബൈലിൽ ചാർജ് കുറവാ. മാഡം, ശരി എന്നാ, താങ്ക് യു. അവിടെ 900 രൂപയായേ. കാർഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ, പിന്നെന്ത് ചെയ്തു? അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മാഡം അതും കൂടെ ചേർത്ത് ഗൂഗിൾ പേ ചെയ്താൽ മതി. ബുദ്ധിമുട്ടായോ? ഏയ് കുഴപ്പമില്ല, നമ്മുടെ ബ്രേക്കുട്ടിക്ക് വേണ്ടി.